നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നീലംപേരൂർ പടയണിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നീലംപേരൂർ എന്ന ഗ്രാമത്തിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന പൂരം ചടങ്ങുകൾ 16 ദിവസത്തിന് ശേഷം പൂരം നാളിലെ വലിയ പൂരം പടയണിയോടെയാണ് അവസാനിക്കുന്നത്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള പടയണിയിൽ നിന്നും നീലംപേരൂർ പടയണിയെ വ്യത്യസ്തമാക്കുന്ന അതിലെ രൂപങ്ങളും അതിലെ കോലങ്ങളും അതിലുപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും ഒക്കെ കൊണ്ടാണ്. ഈ വലിയ പൂരക്കോലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന സാധാരണ വസ്തുക്കളൊക്കെ കൊണ്ട് തന്നെയാണ്. വിളവെടുപ്പിന് ശേഷമുള്ള വാഴപ്പിണ്ടിയും അതുപോലെ തന്നെ വാഴപ്പോളയും വാഴക്കച്ചിയും താമര ഇലയും ചെത്തിപ്പൂവും ഈർക്കിലും ഒക്കെ കൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള രൂപങ്ങൾ ഇവർ നിർമ്മിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലാണ് നീലംപേരൂർ എന്ന ഈ മനോഹരമായിട്ടുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലമെന്ന് പല ആളുകളും വിചാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടയത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇത് കോട്ടയത്തിൻ്റെ പടയണിയായിട്ട് കൂടുതൽ അറിയപ്പെടുന്നത്. കാരണം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴി തുടങ്ങുന്നത് കൂടുതൽ ആളുകൾ എത്തുന്നതും കോട്ടയത്ത് നിന്നുമാണ്. കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലമുള്ളത്. കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ MC റോഡിൽ കുറിച്ചി ഔട്ട് പോസ്റ്റിൽ നിന്ന് 3.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സ്ഥലത്ത് എത്താം. പത്രങ്ങളിലും ന്യൂസുകളിലുമെല്ലാം കോട്ടയം പ്രാദേശിക ന്യൂസായിട്ടാണ് ഈ പടയണി അറിയപ്പെടുന്നത്. എങ്കിലും ഇത് ആലപ്പുഴ ജില്ലയിൽ പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ അവിടെ കാണാൻ കഴിഞ്ഞതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാഴ്ച ഒരു ഗ്രാമത്തിൻ്റെ മൊത്തമായ കൂട്ടായ്മയാണ് അവിടെ കണ്ടത്. പ്രായഭേദമന്യേ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമടക്കം മുതിർന്ന ആളുകളുടെ നിർദ്ദേശത്തോടെ അവർ ഈ അന്നങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഈ ചടങ്ങുകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കാൻ വേണ്ടി പടയണി സൂപ്രണ്ട് എന്നൊരു കഥാപാത്രം കോലത്തിൻ്റെ രൂപത്തിൽ ഇവരിവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ള രീതിയിലാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതൊരു സ്ഥലത്താണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുഭവജ്ഞാനം കൊണ്ടും വലിപ്പ ചെറുപ്പത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു കൊച്ചു നീരസങ്ങളൊക്കെ ഉണ്ടാകുന്നത് എല്ലായിടത്തും പതിവാണ്. അപ്പോൾ ഇത്തരത്തിൽ പടയണി സൂപ്രണ്ട് എന്ന ഒരു കഥാപാത്രത്തിൻ്റെ വരവോടെ ആളുകൾക്കിടയിലെ അത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ സാധിച്ചു. സാധാരണ പടയണി കഥകളിൽ വരുന്നത് കാളിധാരി യുദ്ധവും കാളി രൂപങ്ങളും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സാധാരണ വരുന്നത്. എന്നാൽ ഈ നീലംപേരൂർ പടയണിയുടെ കഥയിൽ വരുന്നത് ദ്രൗപദിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമസേനൻ മാർഗമധ്യേ കുബേരൻ്റെ അധീനതയിലുള്ള ഒരു പൊയ്കയിൽ കല്യാണ സൗഗന്ധികം കാണുകയും ആ പൊയ്കയിൽ നീന്തി തുടിക്കുന്ന അരയന്നങ്ങളെ കാണുകയും ചെയ്തു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അരയന്നങ്ങളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളും കോലങ്ങളായും എത്തുന്നത്. ഏറ്റവും ഉയരം കൂടിയ ഒരു അന്നവും മറ്റ് 2 ചെറിയ അന്നങ്ങളും അതുപോലെ തന്നെ തീരെ ചെറിയ കുഞ്ഞന്നങ്ങളായിട്ടുള്ള ഒരുപാട് അന്നങ്ങളും ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ പുരാണ കഥാപാത്രങ്ങൾ ഭീമസേനൻ, രാവണൻ, ഹനുമാൻ, കാളിദേവി അങ്ങനെ പല പല രൂപങ്ങളും പിന്നെ മറ്റ് പുരാണ കഥാപാത്രങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള കോലങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് അണിനിരക്കുന്നത്. 10-15 ദിവസം നീണ്ടു നിന്ന രാവും പകലുമില്ലാത്ത ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ കഷ്ടപ്പാടിൻ്റെ അവസാന സമയങ്ങളിലേക്ക് എത്തുകയാണ്. പൂരം പടയണിയുടെ രാത്രി ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനി ഏതാനും സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കുടംപൂജകളി എന്ന ചടങ്ങിലൂടെ പൂരം പടയണിയുടെ രാത്രിയിലത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്.
തോത്തകളി എന്നൊരു ചടങ്ങാണ് പിന്നീട് അവിടെ നടന്നത്. കത്തുന്ന കനലിന് ചുറ്റും ചെണ്ട ചേങ്ങിൽ താളത്തിൽ കയ്യിലുള്ള തോർത്തുകൾ മുകളിലേക്ക് ഉയർത്തി വായ്ത്താരികൾ പാടി നൃത്തം വയ്ക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഈ ചടങ്ങുകളുടെയൊക്കെ അവസാനം 11 മണിക്ക് ശേഷം ചൂട്ടുകറ്റകളുടെയും വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടെ ഓരോ കൊച്ചന്നങ്ങളും ക്ഷേത്ര മൈതാനത്തേക്ക് കടന്നു വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ആളുകൾ താളത്തിനനുസരിച്ച് നൃത്തം വയ്ക്കുന്നതുകൊണ്ട് അവരുടെ തോളിലിരിക്കുന്ന അരയന്നവും നൃത്തം വെച്ച് ക്ഷേത്ര മൈതാനത്തേക്ക് എത്തുന്ന പോലെ നമുക്ക് തോന്നും. ഒപ്പം ചെത്തിപ്പൂക്കൾ കൊണ്ട് ഈ അരയന്നങ്ങളെ സ്വീകരിക്കുകയും ഒപ്പം കരിമരുന്ന് പ്രയോഗവും വർണ്ണാഭമായ വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഈ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. വഴിപാടുകളായി എത്തിയ ചെറിയ അന്നങ്ങളുടെ വരവിന് ശേഷം വലിയ അന്നത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ചടങ്ങുകൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. വലിയന്നത്തിൻ്റെ വരവിന് ശേഷം മറ്റ് പുരാണ കഥാപാത്രങ്ങളും രൂപങ്ങളുമെല്ലാം ഒന്നിനു പുറകെ ഒന്നായി താളത്തിനനുസരിച്ച് ക്ഷേത്ര മൈതാനത്തേക്ക് എത്താൻ തുടങ്ങി. ഭീമസേനൻ, രാവണൻ, ഹനുമാൻ, മുരുകൻ, യക്ഷി, അങ്ങനെ പല പല രൂപങ്ങൾ.
കഥാപാത്രങ്ങളെല്ലാം എത്തിയതിനു ശേഷം വീണ്ടും വലിയ 2 അന്നങ്ങൾ കൂടെ ക്ഷേത്രമൈതാനത്തേക്ക് എത്തുന്ന ചടങ്ങുകളാണ് പിന്നീട് നടന്നത്. പകൽ കാഴ്ചകൾ നമ്മൾ അധികം പറയാതിരുന്ന ഒരു രൂപം കൂടെയുണ്ട് നമ്മുടെ ഈ ചടങ്ങിൻ്റെ അവസാന ഭാഗത്ത്. ഗജരാജൻ നീലമ്പേരൂർ നീലകണ്ഠൻ എന്ന ഒരു കരിവീരൻ. പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഈ ഗജവീരൻ്റെ പുറത്ത് ഒരു കൊച്ചു തിടമ്പൊക്കെ വെച്ച് ആഘോഷപൂർണ്ണമായിട്ട് ആണ് അവസാനം ഈ ചടങ്ങുകളുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നത്. സമ്പൽ സമൃദ്ധിയുടെയും കാർഷിക വൃത്തിയുടെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ വലിയൊരു കഥ തന്നെ പറയാനുണ്ട് നീലമ്പേരൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തിനും ഇവിടുത്തെ നീലമ്പേരൂർ പടയണിക്കും. ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട മനോഹരമായിട്ടുള്ള ആചാരങ്ങളും രീതികളും ആഘോഷങ്ങളും ഒക്കെയാണ് ഈ ചടങ്ങിലുള്ളത്. അപ്പോൾ ഈ ചടങ്ങുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ 2026 കലണ്ടർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കാം ചിങ്ങമാസം വരുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ കഴിഞ്ഞിട്ട് അവിട്ടം കഴിഞ്ഞ് 16-ാം ദിവസം പൂരം നാളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ഈ നീലമ്പേരൂർ പടയണിയുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതാനും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റായിട്ട് എഴുതാനും ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.